എന്നോട് ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്ക് മന്ത്രങ്ങൾ ഉച്ചരിക്കുവാൻ സമയം കിട്ടുന്നില്ല, ഏറ്റവും ഈസിയും എന്നാൽ ഏറ്റവും കുറച്ച് സമയവും എടുത്ത് പറയാൻ പറ്റുന്ന മന്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഉണ്ട്. ഏറ്റവും ശക്തിശാലിയും ഏറ്റവും ഫലപ്രദായകവുമായ ഒരു കൊച്ചു മന്ത്രമുണ്ട്. അതാണ് ഓം. ബ്രഹ്മത്തിൻ്റെ ശബ്ദരൂപമായ ഓം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. ലോർഡ് കൃഷ്ണ ദ മിറക്കിൾ മേക്കറിൻ്റെ ശ്യാമസുന്ദര കൃഷ്ണനിലേക്കുള്ള പ്രയാണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അഥവാ പ്രണവം വിശ്വസ്പന്ദനത്തിൻ്റെ നാദമാണ്. ഓം എന്നാൽ ബ്രഹ്മം തന്നെയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, വേദമന്ത്രങ്ങളിൽ വെച്ച് ഞാൻ പ്രണവമാകുന്നു എന്ന്. ഓം എന്നത് ഒരു പ്രാകൃതിക ധ്വനിയാണ്. ഓം ഒരു വാക്കല്ല. വാക്കു പറയുവാൻ നാക്കിൻ്റെ സഹായം വേണം. എന്നാൽ ഓം ഉച്ചരിക്കുവാൻ നാക്കിൻ്റെ ആവശ്യമില്ല. എന്തിനെങ്കിലും തട്ടിയല്ല ഈ ഓം നാദമുണ്ടാവുന്നത്. അതിനാൽ സംസാരിക്കുവാൻ കഴിയാത്തവർക്ക് പോലും ഓം ഉച്ചരിക്കുവാൻ സാധിക്കും. ഓം ആദിനാദമാണ്. ആ, ഉ, മ എന്ന 3 അക്ഷരങ്ങൾ ചേർന്നാണ് ഓം ധ്വനി ഉണ്ടാവുന്നത്. ആയും ഊയും ചേർന്ന് ഓ ആയി, ഓയും മയും ചേർന്ന് ഓം ആകുന്നു. അപ്പോൾ ശരിക്കും ആ എന്നാണ് പറയേണ്ടത്. ഓമിൻ്റെ മൂല്യം വളരെ ഗുപ്തമാണ്. ഭാരതത്തിലെ ഋഷീശ്വരന്മാരൊക്കെ അവരുടെ തപസ്സിൻ്റെ ഏകാഗ്രതയിൽ ശ്രവിച്ചത് ഓം നാദമാണ്. ഓം മന്ത്രത്തെ ഉപാസിച്ചാൽ, അതായത് അത് ജപിക്കേണ്ടതുപോലെ ജപിച്ചാൽ, ബ്രഹ്മാണ്ടത്തിൻ്റെ രഹസ്യം തുറക്കുവാനുള്ള താക്കോൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ താക്കോൽ കിട്ടിയാൽ ഈ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ നിങ്ങൾക്കാകാം. എങ്ങനെ? ഓം ജപിച്ച് ജപിച്ച് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ കത്തിത്തീരുവാൻ തുടങ്ങും. പിന്നെ ഓം അങ്ങനെ ജപിച്ച് 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 ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്താണ് ആത്മാവ്, എന്താണ് ബ്രഹ്മം, എന്താണ് മോക്ഷം, ഞാൻ ആരാണ്, എന്തിനിവിടെ വന്നു, ഞാനും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം എന്താണ്, എൻ്റെ ചുറ്റിനുമുള്ളത് ശരിക്കും എന്താണ് എന്നതെല്ലാം ഗ്രഹിക്കുവാൻ സാധിക്കും. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ ധാരാളം ധനമുണ്ടായിട്ടും ഒരു കാര്യമില്ല. ധാരാളം ധനമുണ്ടായിട്ടും ഒരു ഭിക്ഷക്കാരനെ പോലെ ജീവിക്കുന്ന അവസ്ഥയാണ് ആ ആളുടേത്. വേദങ്ങളിലും വേദാന്തങ്ങളിലും നിന്നെല്ലാം ഓമിൻ്റെ രഹസ്യം പ്രാപ്തമാണ്. ഈ മന്ത്രത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മുണ്ടകോപനിഷത്തിൽ പറയുന്നത് എന്താണെന്നോ? ഈ ഓംകാരം ധനുസാണ്. ശരമെന്നത് ആത്മാവും, ലക്ഷ്യമോ ബ്രഹ്മവും. അതായത് ഓം എന്ന ധനുസാലെ ആത്മാവാകുന്ന ശരത്തെ ബ്രഹ്മത്തിലേക്ക് തൊടുക്കുക. മനുഷ്യജീവിതത്തിലെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. ആ ജന്മസാഫല്യം കൈവരിക്കുവാൻ ഓമിനേക്കാളും ശ്രേഷ്ഠമായൊരു മന്ത്രമില്ല. ഓംകാരം ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ 3 അവസ്ഥ കഴിഞ്ഞാൽ തുരീയം എന്ന ഒരവസ്ഥയാണ്. വളരെ ശൂന്യമായ ഈ അവസ്ഥയിൽ ജീവൻ, ജഗത്, ബ്രഹ്മം എന്നീ വ്യത്യാസമുണ്ടാവുകയില്ല. അനാഹതനാദമായ ഓംനാദം നമ്മുടെ ഉള്ളിൽ തന്നെ കേൾക്കാം. ശരിക്കും അനാഹതനാദം ഒരനുഭൂതിയാണ്. ആത്മാവ് പറയുന്നു, അഹം ബ്രഹ്മാസ്മി ശിവോഹം. ഞാൻ തന്നെ എന്നെ ജഗത്തായി വിസ്തരിച്ചിരിക്കുന്നു. ഞാൻ തന്നെ സിംഹവും ആ സിംഹം പിടിക്കുന്ന മാനും ഞാൻ തന്നെ. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാം ഞാൻ തന്നെ. ഇവിടെ ഞാൻ മാത്രമേയുള്ളൂ. ഞാനല്ലാതെ ഒന്നുമില്ല. പറയുന്നവനും കേൾക്കുന്നവനും ഞാൻ തന്നെ. സർപ്പമായി കടിക്കുന്നവനും അതിൽ നിന്നും പേടിച്ചോടുന്നവനും ഞാൻ തന്നെ. ഓംകാര രഹസ്യം അറിഞ്ഞവർക്ക് സ്വർണം, രത്നം, വെള്ളി, ധനം, സ്വത്ത് എന്നിവയ്ക്കെല്ലാം ഒരു വിലയുമില്ല. അവയും കല്ലും ഒരുപോലെ. കാരണം ആത്മാവ് ഉള്ളിലിരുന്നു പറയുന്നു, ഇതെല്ലാം എൻ്റെ സ്ഥൂലരൂപമാണ്. ബ്രഹ്മാണ്ടങ്ങൾ, ഭൂമി, ഗ്രഹങ്ങൾ, നക്ഷത്രമണ്ഡലങ്ങൾ ഇതെല്ലാം എൻ്റേതാണ്. അപ്പോൾ ഓമിനെ ശരിക്കും ഗ്രഹിച്ചവൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ. കാരണം എത്രയെത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഇതെല്ലാം എൻ്റെയെങ്കിൽ ഒരുവൻ എന്തിന് ഈ വില കുറഞ്ഞ രത്നങ്ങളുടെയും സ്വർണത്തിൻ്റെയും പുറകിൽ പോകണം? ആത്മാവ് മന്ത്രിക്കുന്നു, ഈ 3 നമ്പർ ചാവിയായ ഓമിനെ അത്രയും ഗഹനമായി പഠിച്ചാൽ നീ എന്നെ പ്രാപിക്കും. അല്ല, നീ നിന്നെ തന്നെ അറിയുന്നു. കാരണം നീയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറെ ആരുമില്ല. ഓം അവിനാശിയാണ്, അവ്യയമാണ്,
ശരണരഹിതമാണ്, ഈശ്വരൻ്റെ പര്യായമാണ്. ഓമിലെ 3 ധ്വനികളാലാണ് സമസ്ത പ്രപഞ്ചത്തിലെയും ഭാഷകളുണ്ടായിരിക്കുന്നത്. ശാന്തജലത്തിൽ ശബ്ദങ്ങളുടെ തരംഗങ്ങളേറ്റാൽ വൃത്താകൃതി ഉണ്ടാവുന്നതായാണ് കാണപ്പെടുന്നത്. എന്നാൽ ഓം നാദത്തിൻ്റെ തരംഗങ്ങളേറ്റാൽ സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്രീയന്ത്രത്തിൻ്റെ ആകൃതിയാണ് ജലത്തിൽ ഉണ്ടാക്കുന്നതെന്ന് റിസർച്ചുകൾ തെളിയിച്ചിരിക്കുന്നു. ഓം 3 അക്ഷരമുള്ള, 3 തത്വങ്ങളുള്ള, ത്രിമൂർത്തി സാന്നിധ്യമുള്ള, നിരവധി അർത്ഥങ്ങളുള്ള മന്ത്രമാണ്. കടൽ തീരത്ത് പോയി നിന്നു ശ്രദ്ധിച്ചാൽ, വനാന്തരത്തിൽ പോയി നിന്നു ശ്രദ്ധിച്ചാൽ ഓം നാദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ശംഖിൽ നിന്നും മണിയിൽ നിന്നും സംഗീതോപകരണങ്ങളിൽ നിന്നുമെല്ലാം ഓം നാദം തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നത്. കണ്ണൻ്റെ പുല്ലാങ്കുഴൽ നാദവും ഈ അനാഹത നാദം തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലും ഈ ഓം ധ്വനിയുണ്ട്. നിശബ്ദമായി മനസ്സിൻ്റെ കോലാഹലങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഏകാഗ്രതയോടെ ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന് അങ്ങനെ ആത്മീയതയിൽ നിങ്ങൾ ഉയർന്നുയർന്നു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ അനാഹതനാദമായ ഓം കേൾക്കാം. എങ്ങനെയാണ് ഓം ജപിക്കേണ്ടത്? സുഖാസനത്തിലോ പത്മാസനത്തിലോ അല്ലെങ്കിൽ ഒരു കസേരയിലോ ഇരിക്കുക. നട്ടെല്ല് നേരെയാക്കി ഇരിക്കുക. എന്നിട്ട് എന്ന് ജപിക്കുക. ആയിനേക്കാളും ഊയിനേക്കാളും കൂടുതൽ നേരം പറയണം. നിങ്ങളുടെ ശരീരത്തിലുണ്ടാവുന്ന വൈബ്രേഷൻസ് ശ്രദ്ധിക്കുക. തുടങ്ങുന്നത് നാഭീഭാഗത്തു നിന്നും, ഹൃദയഭാഗത്തു നിന്നും, അവസാനിക്കുന്നത് മൂക്കിൻ്റെ തുമ്പത്തുമാണ്. ഈ ഊർജ്ജ തരംഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ 7 പ്രധാന ചക്രങ്ങളെയും ഊർജ്ജസ്വലമാക്കുന്നു. ദിവസവും 108 തവണയെങ്കിലും ഓം ജപിക്കുക. കുറഞ്ഞത് ഒരു 21 തവണയെങ്കിലും. ഓം മന്ത്രം ജപിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഈ ഓം മന്ത്രം വളരെ ഊർജ്ജസ്വലമാക്കുന്നു. മനസ്സിനെ സ്റ്റേബിളും വളരെ കാമും ആക്കുന്നു. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു. ചിന്തകളെ കുറയ്ക്കുന്നു. മനസ്സിൽ പോസിറ്റിവിറ്റി കൂട്ടുന്നു. സാത്വിക ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ആത്മീയമായ ഉന്നതി ഉണ്ടാക്കുന്നു. അമിത ഭയം നീക്കുന്നു. നിശ്ചയദാർഢ്യമുണ്ടാക്കുന്നു. ഓം മന്ത്രം ഉപാസിക്കേണ്ടതുപോലെ ഉപാസിച്ചാൽ ഈ ഫലങ്ങളെല്ലാം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഫലങ്ങളെല്ലാം അനുഭവിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഹോർമോണുകളെ ബാലൻസ് ചെയ്യുന്നു. നമ്മുടെ ഇടതു ബ്രെയിനിനെയും വലതു ബ്രെയിനിനെയും ബാലൻസ് ചെയ്യുന്നു. ബ്രെയിൻ വളരെ ആക്റ്റീവ് ആകുന്നു. BP-യെ നോർമലാക്കുന്നു. കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു. നെർവസ് സിസ്റ്റത്തെയും നോർമലാക്കുന്നു. ഹൃദയത്തിന് ബലം കൊടുക്കുന്നു. ഹൃദയത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാവുന്നതിനെ തടയുന്നു. ക്യാൻസറിനെ പോലും ചെറുത്തു തോൽപ്പിക്കാനാവുന്ന ഹോർമോണുകൾ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഓം മന്ത്രത്തിൻ്റെ ശക്തിയാൽ പ്രപഞ്ചം സ്നേഹത്തെയും ശക്തിയെയും നിങ്ങളിലേക്ക് ഒഴുക്കുവാൻ തുടങ്ങും. ഈ ബ്രഹ്മാണ്ടമുണ്ടാക്കപ്പെട്ട ഊർജമാണ് ഓം. ഓം സനാതനധർമ്മ പ്രതീകമാണ്. ഏതൊരു സൽക്കർമ്മവും ഓം എന്ന മന്ത്രത്താലാണ് ആരംഭിക്കുന്നത്. മന്ത്രങ്ങൾ ഓമിൽ തുടങ്ങുന്നത് കണ്ടില്ലേ? ഏതൊരാഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്നതും മോക്ഷദായകവുമാണ് ഈ ഓം മന്ത്രം. ഈശ്വരനെ ആഴത്തിൽ അറിയുവാനുള്ള ഈ മന്ത്രത്തെ ഉപാസിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.